കേരളത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്നലെ വെണ്ട വിഴുക്കിന്റെ ഡാൻസ് ഉണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല കിടിലൻ ഡാൻസ്. തീയൊക്കെ അത് എന്താടാ, കാവടി, തീക്കാവടി, അഗ്നിക്കാവടി ആയിരുന്നു കേട്ടോ. അല്ല, ഇന്നലെ 5 മണിക്ക് പോകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ 1 മണിക്ക് പോലും 10 മണിക്ക് പോലും പോണില്ല. അതായത് ഉണ്ണിമോളുടെ പരാതി എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് ജീപ്പ് സഫാരി പോകുന്നു പറഞ്ഞിട്ട് കൊച്ചിനെ ആരും വിളിച്ചില്ലെന്നാണ്. പക്ഷെ എല്ലാരും വിളിച്ചു ഇല്ലേ? ഇവിടെ എഴുന്നേക്കാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? കള്ളത്തരല്ല, സത്യത്തരം. നമുക്കിപ്പോ 8 മണിയായിട്ടോ, നല്ല വെയിലുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോവാണ്, റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. നമ്മളിനി നേരെ ഫുഡ് കഴിച്ചിട്ട് ജീപ്പിൽ കയറി ഏതൊക്കെയോ സ്ഥലങ്ങൾ കാണാനുണ്ട്, അങ്ങനെ പോവാണ്. നമ്മൾ ഇറങ്ങാൻ പോവാം. ഈ എപ്പോഴും എന്ത് കാര്യത്തിന് ലേറ്റ് ആയിട്ടുള്ളവനാണ് ഇവൻ. എന്ത് കാര്യത്തിലും ലേറ്റാണ്, എന്ത് കാര്യത്തിലും ലേറ്റാണ്. എത്ര പറഞ്ഞാലും നോക്കട്ടെ. വമ്പം പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വണ്ടി പഞ്ചറായി. അത് നല്ല സ്ഥലത്ത് വെച്ചാണ് പോകുന്നത്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നു. വണ്ടി സ്റ്റെപ്പിനി എടുത്തിട്ട് കേട്ടോ, സ്റ്റെപ്പിനി എടുത്തിട്ടിട്ട് തൽക്കാലം ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടി വന്നാണ്. ഇന്നലെ വന്ന സെയിം റെസ്റ്റോറൻറ്റ് തന്നെ. ഞങ്ങൾ കുറേ നേരം ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ജീപ്പ് വന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി. എന്തോന്ന് പറഞ്ഞ ബീഫ് റോസ്റ്റ്. അങ്ങനെ നമ്മുടെ ജീപ്പ് എത്തി. മോളും ജിങ്കിയും അവിയൊക്കെ ബാക്കിൽ, ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറി. കാരണം ഞാൻ ചിലപ്പോൾ വാളിക്കാൻ ഫ്രണ്ടിൽ കയറി. എന്നെ മോളെ നിങ്ങൾക്ക് ബാക്കിൽ ഇരുന്നാൽ മതിയെന്ന്. നമ്മള് ജീപ്പിൽ കയറിയിട്ട് ഫസ്റ്റ് വന്ന സ്ഥലം ഇതാണ്. ഇത് പറഞ്ഞത് നായാട്ട് സിനിമ, കുഞ്ചാക്കോവിന്റെ നായാട്ട് സിനിമ ഉണ്ടല്ലോ, ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതായിരുന്നു. ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആണ് കേട്ടോ. വ്യൂ ആണ്. ഈ വീഡിയോയിൽ കാണുന്നവരല്ല, നേരത്തെ അടിപൊളിയാണ്. ഹലോ ഗയ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ വാട്ടർഫാളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർഫാളിന്റെ പേരെന്തോന്നാണ്? ചിലന്തിയാർ വാട്ടർഫാൾ. വാട്ടർഫാൾസ് ഉണ്ട്. നേരെ ഇനി ഗുഹയിലോട്ട്, ഗുഹ എന്ന് പറഞ്ഞ് ഗുഹയിലോട്ട് പോകാം. എടാ മാറാ. ഇതാണ് ഗൈസ് ടൈഗർ കേവ്. സത്യം പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. വരുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. അതന്നെ മഞ്ഞുമൽ ബോയ്സ്.
ചാടി വീഴൂ. നോക്കിയേ, താഴെ നോക്ക്. അവിടെ വഴിയുണ്ടോ? ഫ്ലാഷ് നോക്ക്. ഫ്ലാഷ് അടി. ഫ്ലാഷ് അടിച്ചാ എടാ അങ്ങോട്ട് വഴിയില്ല. വലിയുണ്ട്, പക്ഷെ വേണ്ട. നമ്മൾ ലൈറ്റ് കൊണ്ടുവന്നെങ്കിൽ കുഴപ്പമില്ല. വഴിയില്ല. ലെഫ്റ്റിലോട്ട് ഇറങ്ങണ്. വഴിയുണ്ട്, പക്ഷെ പോണ്ട പോണ്ട. ഇത്ര മാത്രമല്ല. മറ്റേ വഴി കയറിയ അങ്ങനെ ഞങ്ങൾ ഗുഹ കണ്ടു ഗൈസ്. ഒരു രക്ഷയില്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുള്ളതുകൊണ്ട് പാട് പാടിപ്പോ പാടി പാട്ട് ധൈര്യം ഉണ്ട് പാടറാ. ഇല്ല ധൈര്യം ഇല്ല. ഏറ്റവും മൂത്തത് അമ്മ ഇനി അടുത്ത ഇവിടെ നമ്മള് പഴത്തോട്ടം വ്യൂ പോയിന്റിലെത്തി. കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ല വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വട്ടവട ഫുള്ള് കാണാൻ പറ്റും. അത്രയ്ക്ക് വ്യൂ ആണ്. കിടിലൻ വ്യൂ ആണ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഗൈസ് നമ്മളിവിടെ വന്നിട്ട് നല്ല അടിപൊളി ഫ്രഷ് ക്യാരറ്റ് വാങ്ങിച്ച് ഒരു കെട്ടിന് 50 രൂപയാണ് കേട്ടോ. കിട്ടില്ല ക്യാരറ്റ്. വാ നമുക്ക് തിന്നാം. നല്ല അടിപൊളി തണുത്ത ഫ്രഷ് ക്യാരറ്റ്. സൂപ്പർ. അടുത്ത് ഞങ്ങളെ കൊണ്ടുവന്നത് ഒരു സ്ട്രോബെറി ഫാമിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്ട്രോബെറിയുടെ ഫാംസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കൊണ്ടുവന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ മാത്രമല്ല ഇവിടെ നിന്ന് സ്ട്രോബെറിയൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും. ഒരുപാട് ഇഷ്ടംപോലെ സ്ഥലം, ഒരു ഏരിയ ഒരുപാടുണ്ട് കേട്ടോ സ്ട്രോബെറി കൃഷി. ഇത് മാത്രമല്ല, നമ്മൾ വരുന്ന വഴിക്ക് വേറെയൊക്കെ കണ്ടായിരുന്നു. തണുപ്പാണ് ആവശ്യം. അതുകൊണ്ടാണ് ഈ പുറത്തേക്ക് ഇങ്ങനെയൊക്കെ വെയിലധികം അടിക്കാൻ പാടില്ല. തരും, തിന്നാൻ തരും. അവരെന്തിനാ അപ്പൊ ഇവിടുത്തെ സ്ട്രോബെറി വാങ്ങിച്ചിട്ടാ 1/4 കിലോയ്ക്ക് 150 രൂപയാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ വാടി ഉണങ്ങിയതല്ലേ കിട്ടും. ഇത് കറക്റ്റ് ഫ്രഷ് ആയിട്ട് അപ്പോഴേ തന്നെ പറിച്ച് തരുന്നതാണ്. അടിപൊളി. അത് സ്ട്രോബെറിയുടെ വൈൻ ഉണ്ടായിരുന്നു, ജാമുണ്ട്. വൈന് ഒരു ബോട്ടിൽ 400 രൂപയാണ്, ജാം 200 രൂപയാണ്. ജാമൊന്നും വാങ്ങിച്ചില്ല, ഉളിമോക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അവർ ടേസ്റ്റ് ചെയ്യാൻ എല്ലാം തന്നു കേട്ടോ. വൈന് എല്ലാം കൊള്ളാം, പക്ഷെ ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിടിച്ചോ ചാരും. കുളിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം
ഇതാണ് ഗൈസ് വട്ടവടയിലെ ഹണി മ്യൂസിയം. ഇവിടെ നമുക്ക് തേനീച്ചകൾ വളർത്തുന്ന കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് ഹണി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ തേനീച്ചക്കൂട്ടിൽ 3 തരം ബീസ് ഉണ്ട്. മെയിൽ ബീസ്, ഫീമെയിൽ ബീസ്, ഹാണിംഗ് ബട്ടൺ, ക്യൂൻ ബീ. ഇതിൽ വർക്കർ ബീസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ബീസ് ആണ്. പൂമ്പൊടി കൊണ്ടുവന്നതും തേനീക്കൾ കളിക്കുന്നതല്ല. ഈ ഫീമെയിൽ ബീസ് കൊണ്ടുവന്ന ഫുഡുകളൊക്കെ കഴിച്ചു തീർക്കേണ്ട പണിയാണ് മെയിലിന്റെ പണി. ഈ കുട്ടിലൊരു മടിയന്മാരെന്നാണ് മെയിൽ ബീസിനെ വിളിക്കുന്നത്. മെയിൽ ബീസും ഹാണിംഗ് ബട്ടൺ, ക്യൂൻ ബീയും മേറ്റിംഗ് ചെയ്യുന്നതോടെ മെയിൽ ബീസ് ഡെത്താവുകയാണ്. ഹാണിംഗ് ബട്ടൺ, ക്യൂൻ ബീ ഏകദേശം ഒരു ദിവസത്തിൽ അവർ 2000 എഗ്ഗോളം പ്രൊഡക്റ്റ് ചെയ്യും. അങ്ങനെ പ്രൊഡക്റ്റ് ചെയ്തില്ലെങ്കിൽ ഫീമെയിൽ ബീസ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇവരെ കൊണ്ടു കളഞ്ഞിട്ട് അവർ അതിന് വയസ്സ് വ്യത്യാസമുള്ള ബീസിനോട് സെലക്ട് ചെയ്യും. അതിൽ നിന്ന് തോന്നുന്നു ചെയ്യുന്ന വരുന്നതാണ് റോയൽ ജെലി എന്ന് പറയുന്നത്. ആ റോയൽ ജെലി കഴിക്കുന്ന മാത്രം കൊണ്ടാണ് ഇവർ 5 വർഷം ജീവിച്ചിരിക്കുന്നത്. അത് നമുക്കും കഴിക്കാൻ പറ്റും. സൗന്ദര്യം നിലനിർത്താൻ, ബ്രെയിൻ ഡെവലപ്മെന്റ്, സ്കിൻ ഗ്ലോവിന്റെ ഒക്കെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത് വരുമ്പോൾ കുറച്ച് സൗണ്ട് ഉണ്ടല്ലോ. ആ സൗണ്ട് ഒരു ദിവസത്തിൽ 1 മിനിറ്റിൽ അവർ 14,400 തവണയാണ് ആ വിങ്സ് വെച്ച് അടിക്കുന്നത്. അതുകൊണ്ട് കാരണമാണ് ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇവർ ഫുഡ് കളക്ട് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഡാൻസിങ് മെത്തേഡ് ഉണ്ട്. ഫുഡ് അടുത്തുള്ളപ്പോൾ റൗണ്ട് ഷേപ്പിലും, ഫുഡ് കുറച്ച് ദൂരെയാണെങ്കിൽ എയ്റ്റ് ഷേപ്പ്, മാർബിൾ ഷേപ്പ്, ഇങ്ങനെയാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ഇതാണ് ഈ തേനീച്ചക്കുട്ടി നടക്കുന്ന പ്രോസസ്. ഇത് ഇൻക്ലൂഡ് ചെയ്ത് ശരിയിച്ചിട്ടുണ്ട്, അത് കാണാം. തേൻ നിർമ്മിക്കുന്ന അപൂർവ ശില്പികളാണ് നമ്മൾ ഇത്രയും പേര് ഇത്രയും സ്ഥലങ്ങൾ ജീപ്പിൽ കൊണ്ടുപോയതിന് 2000 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വട്ടവടയോട് വിട പറഞ്ഞ് നേരെ മൂന്നാറോട്ട് പോവുകയാണ്. ഈ സ്ഥലം കണ്ട ഇന്നലെ കണ്ട സ്ഥലം എന്ന് പറയില്ല, വേറെ സ്ഥലം പോലും ഉണ്ട്. ഇന്നലെ ഭയങ്കര മേഘമൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് കോടം നിറഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടില്ല കേട്ടാ. ഞങ്ങളങ്ങനെ ഇത് മൂന്നാറല്ലേ ടോപ്പ് സ്റ്റേഷനാ? മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരു ചേട്ടന്റെ കട ഉണ്ടായിരുന്നു. ഈ ചേട്ടന്റെ കട ഉണ്ണിമോക്ക് ഒരു വാക്ക വേണ്ട തിന്ന. ഇവളെ ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോ നമ്മൾ ഉണ്ണിമോളെ കൊണ്ടുവരൂല എന്നാണ് പ്ലാൻ. കാരണം വെച്ചാൽ ഈ കുട്ടി ഒന്നും കഴിക്കൂല, കഴിച്ചാ കൊണ്ടുപോകും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ച ബ്രെഡ് ഓംലെറ്റ് അടിപൊളിയായിരുന്നു. കാട്ടുപോത്തു അപ്പൊ നമ്മളിവിടെ കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. ജിങ്കിയാണ് നമുക്കത് കാണിച്ചത്. കാട്ടുപോത്ത് ഇതാ നോക്ക്, കാട്ടുകോഴി. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ വട്ടവടയിൽ നിന്ന് നേരെ മൂന്നാർ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടേ പോണുള്ളൂ. കാരണം വണ്ടിയുടെ ടയർ പഞ്ചറായിരുന്നു. അതൊക്കെ ഓക്കെ ആയപ്പോൾ ഇപ്പൊ തന്നെ സമയം 7 മണിയൊക്കെ ആയി. അപ്പൊ എന്തായാലും ഇന്ന് സ്റ്റേ ചെയ്തിട്ട് പോകുള്ളൂ. രാത്രി ഇന്ന് വണ്ടി ഓടിക്കുന്നില്ല എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ മൂന്നാറിന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. റൂം ഇതുവരെ എടുത്തിട്ടില്ല, ഫുഡ് വാങ്ങിച്ചിട്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ മൂന്നാർ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വന്നപ്പോൾ ഞാനൊരു കടയിലൊരു സാധനം കണ്ടായിരുന്നു. ടയറൊക്കെ മൂന്നാറിൽ നിന്ന് ഓക്കെ ആക്കി കേട്ടോ. വേറെ ഒരു ടയർ, പഴയൊരു ടയർ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ റൂമിലോട്ട് വന്നു. ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ മൂന്നാർ സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്ത റൂമാണ് കേട്ടോ കാണിച്ചു തരാം. നല്ല അടിപൊളി റൂമാണ്. 2000 രൂപയേ ഉള്ളൂ. എത്ര പേർക്ക്, ഒരു 8 പേർക്കൊക്കെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂമാണ്. കാണിച്ചു തരാം. ഇവിടെ ഒരു ബെഡ്, ഇവിടെ 2 പേർക്ക് കിടക്കാം. ഇങ്ങനെ ഈ ഒരു ബെഡ് കണ്ടോ. ഞങ്ങളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വണ്ടി കുറേ അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അത് വഴി പോകുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കട ഉണ്ട് കേട്ടോ. ഒരു ഏരിയ നിറച്ച് ഫ്രൂട്ട്സ് മാത്രം. അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. നമ്മളൊന്നും കഴിച്ചില്ല. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ.
വീണ്ടും വണ്ടിക്കൊരു പണി കിട്ടി ഗൈസ്. ഓടിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടിക്കകത്തുനിന്ന് പുക വന്നു, എന്താണെന്ന് അറിയാൻ വയ്യ. ഇപ്പം വർക്ക്ഷോപ്പിൽ ആളിനെ വിളിച്ചിട്ടുണ്ട്, അവർ വന്ന് നോക്കിയിട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി, അവിടെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വട്ടവടയിലെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് ഭയങ്കര ടയർഡായി ഉറങ്ങിപ്പോയി, പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, നൈറ്റായി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വട്ടവടയിലെ ഈ ട്രിപ്പ്. ഞാൻ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് വട്ടവടയിൽ പോകണമെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് വേണം. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.